ഒരാൾക്ക് എങ്ങനെ സംഖ്യയാവാം? സർക്കാരിനെ വിമർശിച്ച സംഖ്യയാകാം, നരേന്ദ്രമോദി നടത്തുന്ന എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുത്താൽ സംഖ്യയാകാം, ചന്ദനക്കുറി തൊട്ടാലോ കൈ ചരട് കിട്ടിയാലോ സംഖ്യയാകാം. ഇങ്ങനെ സമൂഹം സംഖ്യയാക്കിയവരിലെ റീസെന്റ് എക്സാമ്പിൾസ് ആണ് നരേന്ദ്രമോദിയുടെ പരിപാടി പങ്കെടുത്ത നടി ശോഭന, പിന്നെ ബീന കണ്ണൻ, മറിയക്കുട്ടി, അതുപോലെ അക്ഷതം സ്വീകരിച്ച നടൻ മോഹൻലാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് KS ചിത്രയും. ഈ KS ചിത്ര സംഖ്യ ഏതെങ്ങനെയാ? ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് ആശംസ അറിയിച്ചുകൊണ്ട് ഗായിക KS ചിത്ര ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വീട്ടിൽ വിളക്ക് കത്തിക്കണമെന്നുമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ കുറേ ആളുകൾ വിമർശിക്കുകയുണ്ടായി. ഇപ്പം റീസെൻ്റായിട്ട് വന്നൊരു വിമർശനം എന്ന് പറയുന്നത് ഗായകൻ സൂരജ് സന്തോഷിൻ്റെ വകയാണ്. അപ്പോൾ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. അതുപോലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ്. വിഗ്രഹങ്ങൾ ഇനി ഉടയാൻ കിടക്കുന്നു ഓരോന്നായി. എത്ര KS ചിത്രമാർ തനിസ്വരൂപം കാട്ടാനിരിക്കുന്നു. കഷ്ടം, പരമകഷ്ടം എന്നാണ് സൂരജ് സന്തോഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ KS ചിത്രയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അവരെ ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടാകുകയും അവർക്ക് നേരെ പൊതുവെ അവർ സംഖ്യയാക്കി മാറ്റുകയും ചെയ്തു. ഈ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണല്ലോ ഇപ്പോൾ അവിടെ രാമക്ഷേത്രം പണിയുന്നത്. അപ്പോൾ ഈ ബാബറി മസ്ജിദിന് മുന്നേ അവിടെ എന്തായിരുന്നു? അത് ആരുടെ സ്ഥലമായിരുന്നു? ഇത് എപ്പോഴും വ്യക്തതയില്ലാതെ അവശേഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ ബാബറി മസ്ജിദിന് മുന്നേ അവിടെ എന്തായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അയോധ്യയിലേക്ക് മുഗൾ സാമ്രാജ്യം വരുമ്പോഴാണ് അവരാണ് അവിടെ ഒരു പള്ളി പണിയുന്നത്. ആ പള്ളിയാണ് ബാബറി മസ്ജിദ്. അത് ശ്രീരാമൻ്റെ ജനനസ്ഥലമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദു മതവിശ്വാസികൾ അവിടെ ശ്രീരാമൻ്റെ വിഗ്രഹം സ്ഥാപിച്ചത്. അത് പിന്നീട് വലിയ തർക്കത്തിനിടയായി, കേസായി, കോടതിയായി. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതിയുടെ അനുമതിയോടെ ഇപ്പം ജനുവരി 22 അവിടെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നു. ഒരുപാട് കലാപങ്ങൾക്കും ലഹളകൾക്കും ഒരുപാട് കൊലപാതകങ്ങൾക്കൊക്കെ വഴിതെളിച്ചൊരു കാര്യമാണ് ഈ ബാബറി മസ്ജിദിൻ്റെ തകർക്കലും രാമക്ഷേത്രവും എല്ലാം തന്നെ. അപ്പോൾ ഇപ്പം രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അപ്പുറത്തേക്ക് നിയമപരമായ അംഗീകാരം കിട്ടിയ ഒരു കാര്യം എന്ന നിലയിൽ ഇനി രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു തർക്കങ്ങളോ ലഹളകളോ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു ജീവൻ പോലും പൊലിയാനും പാടില്ല.